എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തുടക്കം മുതലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധൂളി ചിത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ധൂളി ചിത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തെക്കഞ്ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ കണ്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ, ചിറ്റൂരപ്പൻ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ അവിടെ ഇന്ന് തീയാട്ട് നടക്കുന്ന ദിവസമാണ്. തിരുവാതിരയ്ക്ക് ശേഷം 7 ദിവസം കഴിഞ്ഞ് ഗുരുതിയുണ്ട്. ഗുരുതിയോടനുബന്ധിച്ച് തീയാട്ട് നടക്കുന്ന ദിവസമാണിന്ന്. അപ്പോൾ ഈ തീയാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അനുഷ്ഠാന കലയാണ് തീയാട്ടം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരു ധൂളി ചിത്രം സാധാരണയായിട്ട് തയ്യാറാക്കുന്നുണ്ട്. അതായത് ദേവിയുടെ ഒരു ചിത്രം ഭദ്രകാളി രൂപത്തിൽ ഇന്നിപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന നിറങ്ങളെന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് മ്യൂറലിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ നിറങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഒരു എപ്പിസോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചത്. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള വാസുദേവ ശർമ്മയാണ് ഇതിവിടെ തീയാട്ട് നടത്തുന്നത്. ഈ കളം എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഈ കളത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മളോടിപ്പോൾ 2 വാക്ക് സംസാരിക്കുന്നു. ഞാൻ വാസുദേവ ശർമ്മ, തൃപ്പൂണിത്തുറയാണ് എൻ്റെ സ്വദേശം. തീയാട്ട് എന്ന അനുഷ്ഠാന കലാരൂപമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ചിറ്റൂർ അമ്പലത്തിലെ തീയാട്ടിനോടനുബന്ധിച്ച് ഒരു കളമെഴുത്തുണ്ട്. പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് പ്രാചീനമായിട്ട് ഉള്ള രൂപത്തിൽ തന്നെ ഭദ്രകാളിയുടെ കളമാണ് എഴുതുന്നത്. അതിന് 5 വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്. വാകപ്പൊടിയാണ് പച്ച നിറത്തിന് ഉപയോഗിക്കുന്നത്. ഉമിക്കരി കൊണ്ട് കറുത്ത നിറവും, അരിപ്പൊടി കൊണ്ട് വെളുത്ത നിറവും, മഞ്ഞൾപ്പൊടി കൊണ്ട് മഞ്ഞ നിറവും സൃഷ്ടിക്കുന്നു. ചുവപ്പിന് മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർന്ന മിശ്രിതം ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഭദ്രകാളിയുടെ കളം വിവിധ ആയുധങ്ങളോടുകൂടി എഴുതുന്നു. അതിന് സാധാരണ 4 കൈകളായിട്ട്, 8 കൈകളായിട്ട്, 16 കൈകളായിട്ട് ഭഗവതിയുടെ രൂപം എഴുതാറുണ്ട്. ഓരോ രൂപത്തിലുള്ള കളം എഴുതുമ്പോഴും അതിനനുസരിച്ചുള്ള ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭഗവതിയുടെ കളം സൃഷ്ടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് 8 കൈകളോടുകൂടിയ ഭദ്രകാളിയുടെ രൂപമാണ്. അതിൽ വാള്, ശൂലം, ദാരികൻ്റെ ശിരസ്, വട്ടക, പാമ്പ്, മണി എന്നീ ആയുധങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കൂടാതെ 4 കൈയായിട്ടും 16 കൈയായിട്ടുമൊക്കെ ഭദ്രകാളിയുടെ രൂപം എഴുതാറുണ്ട്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ പൊടികളല്ലാതെ മറ്റ് യാതൊന്നും ഇതിന് ഉപയോഗിക്കാറില്ല. ചിറ്റൂരമ്പലത്തിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ ഏതാണ്ടൊരു 50 വർഷം മുമ്പ് മുതൽ ഞാൻ ഈ കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ധൂളി ചിത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പഞ്ചവർണ്ണങ്ങളിൽ അധിഷ്ഠിതമാണ് ധൂളി ചിത്രങ്ങൾ. അതായത് നമ്മൾ കളമെഴുതുന്ന ചിത്രങ്ങളെയാണ് ധൂളി ചിത്രങ്ങൾ എന്ന് പറയുന്നത് സാധാരണ. അപ്പോൾ ഈ പഞ്ചവർണ്ണങ്ങളിൽ അധിഷ്ഠിതമായ ധൂളി ചിത്രങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മ്യൂറലുമായിട്ട്, ആദ്യകാലത്ത് ധൂളി ചിത്രങ്ങളിൽ നിന്നാണ് മ്യൂറലുകൾ ഉണ്ടായെന്നാണ് പറയുന്നത്. ചുവർ ചിത്രങ്ങൾക്ക് മുമ്പുണ്ടായതാണ് ധൂളി ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ധൂളി ചിത്രങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത്തരം ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇന്നിവിടെ തീയാട്ടിന് വരച്ചിരിക്കുന്ന ഈ കളത്തെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതലെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ
ഇതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അതിന് മുമ്പായിട്ട് ആരെങ്കിലുമൊക്കെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്പം തന്നെ അപ്ഡേഷൻസ് കിട്ടും. ദയവായിട്ട് നിങ്ങളെല്ലാവരും കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.